നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആവശ്യമുള്ളതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തിനാ മോളെ നീ ടെൻഷൻ അടിക്കുന്നത്? അച്ഛൻ ഉടനെ അങ്ങ് എത്തില്ലേ? ഇയാളെ ഇന്ന് തന്നെ നമുക്ക് പിന്തുടരാൻ തോന്നിയത് ഭാഗ്യമാണല്ലേ സർ? പിന്നല്ലാതെ കൃത്യസമയത്ത് നമ്മൾ എത്തിയില്ലായിരുന്നെങ്കിൽ അനിൽകുമാർ നിര്യാതനായേനെ. ഗോപാലിന് വേണ്ടി രക്തസാക്ഷിയായവരുടെ കൂട്ടത്തിൽ ഒരാളുടെ പേരും കൂടി ചേർക്കാൻ പറ്റിയേനെ. മാഡം, ഞാനും കുറെ കാലം പോലീസ് തന്നെയല്ലേ ജോലി ചെയ്തിരുന്നത്. ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് ഗോപാൽജിക്കെതിരെ മൊഴി നൽകിക്കണം, അല്ലേ? എനിക്കങ്ങനെ ഒരു ഉദ്ദേശമില്ല. പക്ഷേ തനിക്ക് ബുദ്ധിയുണ്ടെങ്കിൽ താൻ ചെയ്യേണ്ടത് അത് തന്നെയാ. കാരണം ഗോപാലിനൊരിക്കലും അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് സാക്ഷികളെയോ തെളിവുകളെയോ ബാക്കി വെക്കാറില്ല. അതിനെക്കുറിച്ച് അനിൽകുമാറിന് നന്നായി അറിയാലോ മാഡം. ഗോപാൽജി ചെയ്ത പല തെറ്റുകളും മറച്ചു വെക്കാൻ സഹായിച്ച ആളല്ലേ. താനാണ് ഗിരിയേട്ടന്റെ വീട്ടില് ആ ആയുധം കൊണ്ടുവന്നിട്ടേന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ സത്യം താൻ ആരോടെങ്കിലും പറയുമെന്നുള്ള പേടി ഗോപാലിന് ജീവിതകാലം മുഴുവനും ഉണ്ടാവും. അതൊരിക്കലും പുറത്തു വരാതിരിക്കാൻ തന്നെ തീർക്കാനുള്ള ശ്രമം അയാൾ ഇപ്പൊ തന്നെ തുടങ്ങിയും കാണും. അയാൾക്ക് മനസാക്ഷി ഇല്ലാത്തതുകൊണ്ട് തന്നെ തകർക്കാൻ അനിതയെ ലക്ഷ്യം വെക്കാനും സാധ്യതയുണ്ട്. താനാണ് ആ ആയുധം ഗിരിയേട്ടന്റെ വീട്ടിൽ കൊണ്ടിട്ടേന്ന് സമ്മതിച്ച തന്നെ പോലീസ് സംരക്ഷിക്കും. പോലീസ് വിചാരിച്ചതൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല മാഡം. ഗോപാൽജിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിറയെ ആളുകളുണ്ട്. ഗോപാൽജിയിൽ നിന്ന് എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കണമെങ്കിൽ അയാൾ ജയിലിനകത്താവണം. ഞാനാണ് ആ ആയുധം അവിടെ കൊണ്ടിട്ടതെന്ന് പറഞ്ഞാൽ പോലും അത് വെച്ച് ഗോപാൽജി അറസ്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല മാഡം. ഇനി നിങ്ങളെങ്ങാനും അയാളെ അറസ്റ്റ് ചെയ്താൽ തന്നെ നിമിഷങ്ങൾക്കകം അയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങും. അപ്പോ ഇയാളെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് പോവാല്ലേ സർ? അപ്പോ ഗോപാൽജിയുടെ ഗുണ്ടകള് ഇയാളെ തീർക്കില്ല മാഡം? തീർക്കട്ടെ, എനിക്കെന്താ. അല്ലെങ്കിലും യൂണിഫോം ഇട്ട് കൈക്കൂലി വാങ്ങുന്നവരെ എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. മാഡം, മാധവ സാറിനെ കൊന്ന കേസിൽ ഗോപാൽജിയെ കൊടുക്കാൻ പറ്റില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ശങ്കരനെ കൊന്ന കേസിൽ എനിക്കത് പറ്റും. താൻ എന്താ പറഞ്ഞു വരുന്നത്? ശങ്കരൻ ഗോപാൽജിക്കെതിരെ സാക്ഷി പറയുമെന്ന് തോന്നിയപ്പോ അയാള് ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടാ ശങ്കരനെ കൊന്നത്. അത് ആത്മഹത്യയാക്കി ഗോപാൽജി വരുത്തി തീർത്തത് എന്റെയും അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെയും സഹായം കൊണ്ടാണ്. ഇതൊക്കെ താൻ വെറുതെ ഊഹിക്കുന്നതല്ലേ? അല്ല, ശങ്കരനെ ഗോപാൽജി കൊല്ലുന്നതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. എന്നെ മാപ്പുസാക്ഷിയാക്കുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം കോടതിയിൽ ഒന്ന് പറഞ്ഞോളാം. തനിക്ക് ശിക്ഷയൊന്നും കിട്ടാതെ ഞാൻ നോക്കിക്കോളാം. ഗോപാലൻ ഈ കേസിൽ ജയിലിലേക്ക് പോണം. അത് മാത്രമാണ് എന്റെ ആവശ്യം.